أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ജ്യേഷ്ഠാനിയന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി എൻ്റെയും നിങ്ങളെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജീവിതാവസാനം വരെ തഖ്വയോടെ ജീവിച്ച് ശരിയായ ദീനിനെ ശരിയായ നിലക്ക് മനസ്സിലാക്കി അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നൽകി പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ മുഴുവൻ നിർവഹിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആദർശ പ്രബോധന രംഗത്ത് യാതൊരു വിധ വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന മുജാഹിദ് പ്രസ്ഥാനം. സ്വാഭാവികമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് മുഴുവൻ തൗഹീദി പ്രബോധന രംഗത്ത് നാനാവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നുവെങ്കിൽ ആ ഒരു ആദർശപാത ജീവിതത്തിൽ ആരൊക്കെ ഏറ്റെടുക്കുന്നുവോ അവർക്കൊക്കെയും ആ നിലക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നത്, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 മുമ്പേ തന്നെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതുമാണ്. പ്രവാചകർ പറഞ്ഞു, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയമായത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. പിന്നെ അവരോട് തുല്യപ്പെടുന്ന ആളുകൾ, പിന്നെ അതിനോട് കിടപിടിക്കുന്ന ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദർശ പാതയിൽ മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും ആ ഒരു പ്രതികരണം തന്നെയാണ് സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്.
അതിനപ്പുറം ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് മുജാഹിദ് ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷെ ഈ തൗഹീദി പ്രബോധനത്തെ എങ്ങനെയെങ്കിലും തടയിടുവാനും തൗഹീദി പ്രബോധകന്മാർ ജനങ്ങളെ സ്വർഗത്തിന്റെ പാതയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ പാതയിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോയി തെറ്റായ പാതയിലേക്ക്, നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുമാണ് എല്ലാ കാലത്തും അത്തരം പ്രബോധകന്മാരുടെ എതിർഭാഗത്തുള്ള ആദർശ രംഗത്തെ പ്രതിയോഗികളായ ആളുകൾ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതും ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. പ്രവാചകന്മാരുടെ മുഴുവനും ക്ഷണം സ്വർഗത്തിലേക്കാണ് എങ്കിലും ആ സ്വർഗത്തിന്റെ പാതയിൽ നിന്ന് സമൂഹത്തെ തെറ്റിച്ചു കൊണ്ടുപോയി നരകപാതയിലേക്ക് എതിരാളികൾ ക്ഷണിച്ചുവെന്ന് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഉദ്ധരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അത് വ്യക്തമാണ്. സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു ആദർശപാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി പ്രവർത്തനവുമായി മുന്നേറുമ്പോൾ ആ പ്രവർത്തനങ്ങൾ തടയിടാൻ ഏതൊക്കെ മേഖലകൾ കൊണ്ട് സാധിക്കുമോ അതൊക്കെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ആ രംഗത്ത് ഒരു ഹക്കും ബാത്തിലും നോക്കാതെ, ഹറാമോ ഹലാലോ പരിഗണിക്കാതെ ഏത് അങ്ങേയറ്റം വരെ പോകുവാനും തയ്യാറാവുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഇന്ന് നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് ഒരു പ്രയാസമായി മാറിയ ആളുകൾ, അതൊരിക്കലും സഹിക്കാനാവാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത ആ ഒരു നിലക്കുള്ള അതിനെ കാണുന്ന ആളുകൾ അവര് ഏതൊക്കെ സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഒരു ഒഴുക്കിനെ, ഈ ഒരു മുന്നേറ്റത്തെ തടയിടാൻ കഴിയുമോ അതൊക്കെയും ഇന്ന് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് കാസറ്റുകളായും അതേപോലെ ഡോക്യുമെന്ററികളായും മറുപടി പ്രഭാഷണങ്ങളായും ആ നിലക്ക് ലേഖനങ്ങളും അതേപോലെയുള്ള ഏതൊക്കെ സംരംഭങ്ങൾ ഈ പ്രബോധന രംഗത്ത് ഉപയോഗപ്പെടുത്താനാകുമോ അതൊക്കെയും തെറ്റായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുർവ്യാഖ്യാനങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളുമായി അത് നാടിനെ പ്രചരിപ്പിക്കുന്ന രംഗം ഇന്ന് വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ കാണുകയാണ്. അത്തരം ചില ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ശ്രമങ്ങളെ അത് സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന ആ ഒരു ബോധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നിലക്കുള്ള ഒരു വിശദീകരണ പരിപാടി സംഘടിപ്പിക്കാൻ ഇതിന്റെ സംഘാടകര് തീരുമാനിച്ചത്. നാട് നീളെ വ്യാപകമായി സീഡികളായും അതുപോലെയുള്ള സംരംഭങ്ങളായും വിതരണം ചെയ്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രബോധന മേഖലയെ എങ്ങനെയെങ്കിലും തടയിടാൻ ശ്രമിക്കണമെന്ന ആ ഒരു താല്പര്യം എന്നുകൊണ്ട് മാത്രം സ്വർഗത്തിന്റെ പാതയിലേക്കുള്ള ക്ഷണത്തിൽ എങ്ങനെയെങ്കിലും ഒരു ബ്ലോക്ക് ചെയ്യാൻ, എങ്ങനെയെങ്കിലും അവിടെ വഴിമുടക്കാനുള്ള വഴിമുടക്കികളായി നിൽക്കാൻ ഏതെങ്കിലും നിലക്ക് തങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന ആ ഒരൊറ്റ ചിന്തയൊന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അവർ നിർവഹിക്കുന്നത് എന്നുള്ളത് അവരിറക്കുന്ന അത്തരം സാധനങ്ങൾ ഒരു ആവർത്തി കണ്ടാൽ തന്നെ വ്യക്തമാകുന്നതാണ്. ഏതൊരാൾക്കും ബോധ്യമാകുന്ന വിധത്തിൽ ഒരു നസീഹത്തുമില്ലാതെ, ഒരു ഗുണകാംക്ഷയുമില്ലാതെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നോ സമൂഹം ഹക്കിന്റെ പാതയിലേക്ക് തന്നെ വരണമെന്ന താല്പര്യം കൊണ്ടാണ് എന്നോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും പറയാൻ പോലുമാവാതെ, ചിന്തിക്കാൻ പോലുമാകാത്ത വിധം ഏതൊരാൾക്കും ബോധ്യമാകുന്ന രൂപത്തിൽ കേവലമായി കരിവാഴ്ത്തേക്കലുകളും തേജോവധങ്ങളും വ്യക്തിഹത്യകളും ഒക്കെയായി കുത്തി നിറച്ച് സീഡി ഇറക്കി അത് പലവിധ പേരും പറഞ്ഞ് വൈരുദ്ധ്യമെന്നും കാപ്പട്യമെന്നും പടയോട്ടമെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് നാടിനെ പ്രചരിപ്പിക്കുന്ന ആള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് പൊളിച്ചെഴുതാൻ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം തീരുമാനിച്ചത്. അതിന്റെ തുടക്കം മാത്രമാണ് ഇൻഷാ അല്ലാഹ്. ഇതിവിടെ അവസാനിക്കുന്നില്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. സമുദായത്തെ ശിർക്കിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ഈ പൗരോഹിത്യത്തിന്റെ തനിനിറം സമുദായത്തെ ബോധ്യപ്പെടുത്തുകയും ഇതല്ല ഇസ്ലാമിന്റെ പാത എന്ന്, ഇതല്ല പ്രവാചകന്മാരുടെ വഴി എന്ന് ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് മാത്രം ആ ഒരു ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി മാത്രമാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതല്ലാത്ത മറ്റേതെങ്കിലും നിലക്കുള്ള താല്പര്യങ്ങൾ ഇതിനു പിന്നിലില്ല എന്ന് കൂടി ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ പുരോഹിതന്മാർ സമുദായത്തെ കൊണ്ടുപോയി അവസാനം പടച്ച റബ്ബിലേക്ക് കൈനീട്ടാൻ അതൊരു പരിചയം പോലുമില്ലാത്ത, ആ ഒരു ആശയം ജീവിതത്തിൽ പാലിക്കുന്ന ശീലം പോലുമില്ലാത്തവരായി ഇന്ന് മുസ്ലിം സമുദായം മാറി എന്നതാണ് വസ്തുത. ഒരുപക്ഷെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത
സാധാരണ പ്രാർത്ഥനകളിൽ മനസ്സുപോലും അറിയാതെ ഒരുപക്ഷെ അലക്ഷ്യമായി പ്രാർത്ഥിച്ചു പോകുന്ന, ചൊല്ലിപ്പറഞ്ഞു പോകുന്ന പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ എന്നോ റബ്ബന എന്നോ റബ്ബി എന്നോ ഒക്കെ വിളിക്കുന്നു എന്നതൊഴിച്ചാൽ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകൾ അങ്ങേയറ്റത്തെ പ്രയാസങ്ങളിലും അങ്ങേയറ്റത്തെ വിഷമസന്ധികളിലുമൊക്കെ മനസ്സിന് ഉള്ളിൽ നിന്ന് വരുന്ന തേട്ടങ്ങളൊക്കെയും അല്ലാഹു അല്ലാത്തവരോട് പടപ്പുകളോട് തന്നെ നിർവഹിക്കുന്നതായിട്ടാണ് ഇന്ന് സമുദായത്തിൽ കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. തേട്ടം മാത്രമല്ല, ഒട്ടുമിക്ക ആരാധനാകർമ്മങ്ങളും തവാഫാണെങ്കിലും സഅയാണെങ്കിലും അതുപോലും അല്ലാഹുല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കാമെന്ന് പുരോഹിതന്മാർ പഠിപ്പിച്ചു വെച്ചു. റുകൂഉം സുജൂദും അടക്കമുള്ള ആരാധനാകർമ്മങ്ങൾ അത് സ്വയം കഴിവുണ്ട് എന്ന് ധാരണ ഇല്ലാത്തിടത്തോളം കാലം എവിടെ പോയി സമർപ്പിച്ചാലും അതൊന്നും ശിർക്കാവില്ല എന്ന്, പേടിക്കേണ്ടതില്ല എന്ന്, പ്രയാസപ്പെടേണ്ടതില്ല എന്ന് ഈ സമുദായത്തെ അവര് പറഞ്ഞു പഠിപ്പിച്ചു. അതിന്റെ ഫലമോ ഈ വക ആരാധനാകർമ്മങ്ങൾ മുഴുവനും ഇന്ന് ദർഗകളിൽ പോയി, ജാറങ്ങളിൽ പോയി, സമാനമായ കേന്ദ്രങ്ങളിൽ പോയി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗത്താണ്, സാഹചര്യത്തിലാണ് ഇന്ന് സമുദായം എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീനിൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് ഈ രംഗത്തെ സമുദായം എവിടെ എത്തിയതിന്റെ നേർക്ക് നേരെയുള്ള പച്ചയായ ചിത്രം നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ചിത്രമാണത്. എന്തെല്ലാമാണ് സഹോദരങ്ങളെ അവിടെ പോയി കാട്ടിക്കൂട്ടുന്ന രീതികള്, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകള്, അവിടെ പോയി തൊട്ടുമുത്തുകയും അവിടെ പോയി സങ്കടം പറയുകയും പിടക്കുന്ന മനസ്സോടുകൂടി വിറക്കുന്ന നാക്കോടുകൂടി അവിടെ ഈ സങ്കടങ്ങള് ഓരോന്നായി അവിടെ അവതരിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ശൈലി ആരാണ് പഠിപ്പിച്ചത്? കണ്ടോ നിങ്ങള്? അവിടെ പോയി മുത്തുന്നവര്, അവിടെ സുജൂദ് രൂപത്തിൽ കടന്നുകൊണ്ട് അവിടെ സങ്കടം പറയുന്ന ആളുകള്, തവാഫിന്റെയും സഅയിന്റെയും രൂപത്തിൽ പോലും അവിടെ കാട്ടിക്കൂട്ടുന്ന ആളുകള്, ഇങ്ങനെ ഓരോ രംഗങ്ങൾ കണ്ടോ നിങ്ങള്? നിങ്ങൾ ഇപ്പൊ കാണാൻ അജ്മീർ ദർഗയാണ്. ആ അജ്മീർ ദർഗയിൽ തലയിൽ പൂമേന്തിക്കൊണ്ട് ചെന്ന് ആ പൂ അവിടെ സമർപ്പിച്ചുകൊണ്ട് അവിടെ പുഷ്പാർച്ച നിർവഹിക്കുന്ന ഈ നിലക്കുള്ള ആരാധനാകർമ്മങ്ങൾ പോലും ദീനിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശൈലി, ഇത് ഏത് ഇസ്ലാമാണ്? ഏത് പ്രമാണം പഠിപ്പിച്ചതാണ്? പുരോഹിതന്മാരല്ലേ ഇതിന് ഉത്തരവാദികൾ? ഈ നിലക്ക് സമുദായത്തെ കൊണ്ടുപോയി എവിടെയും പോയി പ്രാർത്ഥിക്കാവുന്ന, എവിടെയും പോയി കുമ്പിടാവുന്ന, എവിടെയും പോയി തൊട്ടുമുത്താവുന്ന, എവിടെയും പോയി തങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കാവുന്ന ഒരു സമൂഹമാക്കി ഈ സമൂഹത്തെ മാറ്റിയെടുത്തു. സമുദായത്തിൽ നിന്ന് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന പുരോഹിതന്മാരെ താല്പര്യമല്ലാതെ മറ്റെന്താണ് ഇതിന് പിന്നിലുള്ളത്? ഈ സമുദായത്തെ സത്യത്തിലേക്ക് എത്തിക്കണമെന്ന, ഈ സമുദായത്തെ സ്വർഗത്തിന്റെ പാതയിലൂടെ ചലിപ്പിക്കണമെന്ന താല്പര്യമാണോ ഇതിന് പിന്നിൽ? അല്ല എന്ന് ആർക്കറിഞ്ഞുകൂടാത്തത്. അങ്ങനെ അവസാനം എവിടെയും പോയി തേടാവുന്ന, അത് ഖബറാകണമെന്നില്ല, ഇനി ആണെങ്കിൽ തന്നെ ഖബറിൽ മയ്യിത്തുണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന്റേതാവണമെന്നില്ല, ആണെങ്കിൽ തന്നെ മുസ്ലിമിന്റേതോ അല്ലാത്തവന്റേതോ എന്ന വ്യത്യാസം കാണണമെന്നില്ല, വലിയാകണമെന്നില്ല, നബിയാവണമെന്നില്ല. കഴിഞ്ഞകാല സമുദായങ്ങളായ ജൂത ക്രിസ്ത്യാനികൾ അവരെ പറ്റി പ്രവാചകൻ പഠിപ്പിച്ചത് ഇത്തഖദു ഖുബൂർ അംബിയാഹിം വസ്വാലിഹീഹിം മസാജിദ, അവരുടെ അംബിയാഇന്റെ, അവരുടെ സ്വാലിഹീങ്ങളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിനാലാണ് അവർ ശപിക്കപ്പെട്ടത് എന്നാണെങ്കിൽ അവരെ കൂടി കടത്തി വെട്ടിക്കൊണ്ട് അവരെക്കാൾ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അംബിയാഇന്റെയും സ്വാലിഹിന്റെയും മാത്രമല്ല ഏതൊരു മനുഷ്യന്റെ ഖബറും അതേപോലെ മനുഷ്യല്ലാത്തവരുടെ ഖബറും ഖബറല്ലാത്ത സ്ഥലങ്ങളും വരെ ആരാധനാ കേന്ദ്രങ്ങളായി മാറ്റപ്പെടുന്നിടത്താണ് ഇന്ന് മുസ്ലിം സമുദായം ഉള്ളത്. ഏതെല്ലാം നിലക്കുള്ള കേന്ദ്രങ്ങളാണ് സമുദായത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, പെരിന്തൽമണ്ണക്കപ്പുറമുള്ള നാട്ടുകല്ല് ജാറം പേര് സൂചിപ്പിക്കും പോലെ തന്നെ കേവലം കല്ല് നാട്ടിവെച്ച് ജാറം എന്ന് പേരിട്ടുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമുദായത്തെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണാം നിങ്ങൾക്ക് ആ രംഗം. നാട്ടുകല്ല് ജാറത്തിങ്ങ് പോയി സങ്കടം പറയുന്ന, അവിടെ പോയി തൊട്ടുമുത്തുന്ന, അവിടെ പോയി എണ്ണ തൊട്ട് പുരട്ടുന്ന, അവിടുത്തെ തിരിയും അതേപോലെ എണ്ണയും ഒക്കെ ഉപയോഗിക്കുന്ന വിശ്വാസികളെയാണ്, ഭക്തന്മാരെയാണ് നാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാ സഹോദരന്മാരെ അവിടെ കിടക്കുന്നത്? ആരാ ജാണത്തിലുള്ളത്? ഷെയ്ഖാണോ, വലിയാണോ, സ്വാലിഹാണോ? ഇനി ആണെങ്കിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നുവോ? അത് മറ്റൊരു വശം. പക്ഷേ അഡ്രസ് ഇല്ലാത്ത, ആരാണെന്നറിയാത്ത, ആളുണ്ടോ എന്നറിയാത്ത ഒരു രംഗം, ഒരു ദർഗയല്ലേ യഥാർത്ഥത്തിൽ നാട്ടുകളിൽ ദർഗ. മുജാഹിദീകളെ മാത്രം കണ്ടുപിടുത്തമല്ല, ആരോപണമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ നാട്ടുകളിൽ ജാടത്തില് ഏകദേശം 10 പതിറ്റാണ്ടുകളായി അതിന്റെ സേവനങ്ങളുമായി ഖിദ്മത്തുമായി അവിടെ കഴിഞ്ഞുകൂടുന്ന അതിന്റെ ഒരു വേണ്ടപ്പെട്ട അതിന്റെ മുതവല്ലി എന്ന് പറയാവുന്ന ആ നിലവാരത്തിലുള്ള ഒരു മുസ്ലിയാർ, കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം പറയട്ടെ ആരാണ് അവിടെ കിടക്കുന്നത്, എന്താ അദ്ദേഹത്തിന്റെ ചരിത്രം, എന്താ അദ്ദേഹത്തിന്റെ പേര്, എങ്ങനെയാ വലിയായത്, എന്താ കറാമത്ത്, അദ്ദേഹം പറയും. ശ്രദ്ധിക്കാം നമുക്ക്. നാട്ടുകല്ലിന്റെ ഈ ഇതിന്റെ ചരിത്രം ഒന്ന് പറയാൻ പറ്റും?
അങ്ങനെ പറഞ്ഞാൽ എന്റെ പാപ്പാരൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇവിടെ വന്നതാണ്. ഞാൻ ഈ പിന്നെ മമ്പർത്തങ്ങൾ വന്നിട്ട് ചുവരിലേറ്റ് അടിച്ചു. വിലായത്ത് കണ്ടു വന്നേ. വിലായത്ത് ഞാൻ ഒരു അയാൾക്ക് ഒരു ഇതുണ്ടായോ അത് കണ്ടു. അപ്പൊ ഇനി വളർന്ന മതി, രാജ്യക്കാർക്കൊക്കെ തിരുത്തൽപ്പെട്ടു, നിങ്ങൾ ഇന്ന ആളാന്നൊക്കെ മനസ്സിലായി, അതുകൊണ്ട് നീ വളരണ്ടെന്നും പറഞ്ഞിട്ട് ഈ ചുവരിലേറ്റ് അടിച്ചതാണ്. അപ്പൊ ഒരു പടി ഒരു പൊടി ഇങ്ങോട്ടും പോണു, മറ്റേതവിടെ നിൽക്കുന്നുണ്ട്. ബീസാൻ കുത്തിയതാണ്. തറ പോകുന്നൊരു കല്ല് ബീസാൻ കുത്തിയതാണ്. അത് വളർന്നാണ്. പിന്നെ ഈ കല്ലിനൊപ്പം കാണുന്നത് ഈ ഗവൺമെന്റ് പണിക്കാരൊക്കെ വന്നിട്ട് അത് നീക്കാനും ഇതിനൊന്നും വിളിച്ചില്ല. ആ കടത്തം തന്നെ ഇപ്പം കിടക്കുന്നത്. ഈ കല്ല് വളരാൻ തുടങ്ങിയത് എന്നാണ് എങ്ങനെ ആളുകൾ അറിഞ്ഞത്? ഇത് ഞമ്മള് കാണുമ്പോ കല്ല് അങ്ങനെയാണ്. ഇതിന്റെ മുറിപ്പുറത്തും കല്ല് അങ്ങനെ പിന്നെ വളർന്നിട്ടില്ല. ആദ്യം വളർന്നു പറയുന്നു. എനിക്കിപ്പോ ഒരു 10-20 വയസ്സൊക്കെ ആയി. അന്നും അതങ്ങനെയാണ്. എന്റെ ബാപ്പ ഉണ്ടായിരുന്നൊന്നും അങ്ങനെ. പിന്നെ പാപ്പാരായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അന്നുണ്ടായിരുന്നോന്ന് പാപ്പാക്കാരിയൊന്നും എനിക്കറിയില്ല. അതിന് കൃത്യമായ ഒരു ചരിത്രം ഇല്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെന്താ മൗലീദോ അങ്ങനെന്താ? ഒരു മൗലീദുണ്ട് അവിടെ. മൗലീദുണ്ട്. അതിപ്പോ ഈ ആൾക്കാർ കെട്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ അയാളെ ഇല്ല. ആരുണ്ടാക്കിയതാ? അതിവിടെ ഒരു മൗലീദ് ഉണ്ടാക്കിയതാണ്. കൃത്യമായ തെളിവുകളില്ല. നിങ്ങൾക്ക് ഈ ദർഗനായിട്ട് എന്താ ബന്ധം? മക്കാമില്ല. ഞാനിവിടെ ആദ്യം പിന്നെ കാവ്യമാരായിട്ട് വന്നതാണ്. ഇപ്പൊ എന്റെ പിന്നെ ബംഗളമാണ് നടത്തുന്നത്. എനിക്ക് വയസ്സും ഇതൊക്കെ ആയില്ലേ. അപ്പൊ പിന്നെ ഓന് കണ്ടു കൊടുത്തു. ഒന്ന് ചെറുപ്പക്കാരനാണ്. നിങ്ങളെ പേര്? എന്റെ പേര് കുഞ്ഞമ്മദ് മുസ്ലിയാർ, പുത്തനങ്ങാടി. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു? അതിപ്പെട്ട പേരാണ്. അയാളെ പേര് ശരിക്കും അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. അത് ഇസ്ഹാഖ് വലിയുള്ള നാട്ടിൽ. ഇസ്ഹാഖ് വലിയുള്ള. അതിപ്പോ അത് അയാളെ പേര് നമുക്ക് പിന്നെ ഇട്ടിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഒരു പേര് കിട്ടുന്നു. അല്ലാതെ അയാളെ പേരെന്താ, അയാളെ ഏറെ സ്ഥലം ഏതാ രാജ്യം എന്നൊന്നും അറിയില്ല. ഈ പേര് ഇട്ടത് ആരാണ്? അതിവിടെ പിന്നെ എല്ലാരും കൂടിയിട്ടിട്ടൊന്നും മാത്രം എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് അത് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ ആ പേര് വേണ്ട, അയാൾക്ക് തിരുപ്പതി ഇല്ലെങ്കിൽ നമ്മൾ ആ പേര് ഇടണ്ട. അപ്പൊ വലിയുള്ളാക്കി അവിടെ പേര് അവിടെ എഴുതിയിട്ടില്ലേ, ആ പേരാക്കി. പിന്നെ ആ പേര് വേണ്ടാന്ന് പറഞ്ഞു. അതിപ്പോ അയാൾക്ക് തിരുപ്പതി ഉണ്ടോ അയാളെ പേരെന്താന്നൊന്നും ഞമ്മക്കറിയില്ല. അപ്പൊ ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാച്ചു. എവിടുന്ന് വന്നതാണ്? അതൊന്നുമില്ല. അവിടെ കാണപ്പെട്ടപ്പോ ആ യാറ അങ്ങനെ കണ്ടതാണ്. അപ്പൊ ഈ പള്ളിയുടെ മുമ്പ് ഉണ്ടാവണം. പള്ളിയുടെ മുമ്പ് കണ്ടോ സഹോദര, ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് യാഥാർത്ഥ്യം. ആരാണെന്നറിയില്ല, എന്താണ് പേര് അറിയില്ല, എവിടുന്ന് വന്നുവെന്നറിയില്ല. അവസാനം എല്ലാരും കൂടി ഒരു പേരിട്ടു എന്ന് അദ്ദേഹം പറഞ്ഞത്. അതും പിന്നെ വേണ്ടാന്ന് വെച്ചു. അതും വേണ്ട വെച്ചു. കാരണം എന്താ, മൂപ്പയ്ക്ക് ഇഷ്ടമില്ലെങ്കിലോ അപ്പൊ തൽക്കാലം ചെയ്യാ വലിയുള്ളാക്ക. അപ്പൊ അയിമപ്പിന് ഇഷ്ടം അനിഷ്ടം നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഏതെല്ലാം രൂപത്തിലാണ് സമുദായത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം കേരളക്കരയില് ഇവര് കൊണ്ടുവരുന്ന ഔലിയാക്കന്മാരാണെന്ന് പേര് പറഞ്ഞ് ഇവര് പ്രചരിപ്പിക്കുന്ന ഒട്ടുമിക്ക കേന്ദ്രങ്ങളും ഒട്ടുമിക്ക വ്യക്തികളും ഈ രൂപത്തിന് അപ്പുറമല്ല എന്നതാണ് വസ്തുത. കേരളത്തിലെ ഏതൊക്കെ ഔലിയാക്കന്മാരെ ഇവര് പരിചയപ്പെടുത്തിയോ അതിന്റെ ഒക്കെയും ഏറ്റവും വലിയ ടോപ്പായി, ഏറ്റവും വലിയ മുൻപന്തിൽ നിൽക്കാവുന്ന ആളായി ഇവര് പരിചയപ്പെടുത്തിയ താജുൽ ഔലിയ ആരാണ്? വേങ്ങര കോയപ്പാപ്പ. കേരളക്കരയിൽ ജീവിച്ചു പോയ 10,000-കണക്കായ മഹാന്മാർ ഒരുമിച്ച് കൂടിയാൽ ആ മഹാന്മാരുടെ കിരീടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളത് ആയ വേങ്ങര കോയപ്പാപ്പ. കാണാം നിങ്ങൾക്ക് കോയപ്പാപ്പയുടെ കോലം. ഇതാണ് സഹോദരന്മാരെ കോയപ്പാപ്പ. കണ്ടാൽ തന്നെ അറുക്കുന്ന വെറുക്കുന്ന, ഇസ്ലാമിന്റെ ഒരു അടയാളവും കാണാത്ത ഒരു രൂപം അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല. കാരണം എന്തേ, മാനസികമായി സുഖമില്ലാത്ത ആളാണ്, ഭ്രാന്തായി ജീവിച്ച് ആ നിലയ്ക്ക് വലിച്ചുപോയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മത നിയമങ്ങളിൽ പക്ഷേ ബാധകമല്ലായിരിക്കാം. പക്ഷെ
അദ്ദേഹത്തെ കൊണ്ടുവന്ന് വലിയാക്കി ചിത്രീകരിച്ച്, വലിയ മാത്രമല്ല താജുൽ ഔലിയ എന്ന സ്ഥാന പേര് പോലും നൽകി ആ രൂപത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അവിടെയും പ്രാർത്ഥനാ കേന്ദ്രമാക്കി മാറ്റി, അവിടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാക്കി ഇന്ന് മാറ്റിയെടുത്തു. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ആകർഷിപ്പിക്കാൻ വേണ്ടി പല നിലക്കുമുള്ള കറാമത്തുകൾ എഴുതി പ്രചരിപ്പിച്ചു. സുന്നത്ത് മാസികയാണല്ലോ പണ്ട് എഴുതി വിട്ടത്. 95 കോയപ്പാപ്പയെ കുറിച്ച് ഒരുപാട് കറാമത്തുകള്. തങ്ങൾ എന്നാണ് സുന്നത്ത് മാസികയില് കോയപ്പാപ്പയെ പറ്റി ഒരിടത്ത് അഭിസംബോധന ചെയ്തത്. മറ്റൊരു ഭാഗത്ത് ഷെയ്ഖുന എന്നാണ് പറഞ്ഞത്. കറാമത്ത് പറഞ്ഞതോ മഴയില്ലെന്ന സങ്കടം പറഞ്ഞപ്പോ മുണ്ടുപൊക്കി മൂത്രമൊഴിച്ചുവെന്നാണ് കറാമത്ത് പറഞ്ഞത്. ആ മൂത്രം മഴയായി പെയ്തുവെന്നാണ് അവർ എഴുതി വെച്ചത്. ഈ നിലക്ക് പൊടിപ്പും തങ്ങളും വെച്ച് എഴുതി പ്രചരിപ്പിച്ച് ഷെയ്ഖാക്കി അവതരിപ്പിച്ച് ഈ സമുദായത്തെ ചൂഷണം ചെയ്യുന്ന ഈ രീതി ഇത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ, തുറന്നു കാണിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്കാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിന്റെ യാഥാർത്ഥ്യം സമുദായത്തെ ബോധ്യപ്പെടുത്താൻ രംഗത്തിറങ്ങിയത്. ഒരു കോയപ്പാപ്പ മാത്രമല്ല, ഓരോ പ്രദേശങ്ങളിലും ആ നിലക്കുള്ള പലരെയും കൊണ്ടുവന്ന് ശൈഖന്മാരെ അവതരിപ്പിച്ച എത്രയോ കഥകൾ ഈ കേസറ്റ് കേൾക്കുന്ന, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു പക്ഷേ തങ്ങളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായേക്കാം. ഇത് നമ്മുടെ ഈ മലബാർ ഭാഗത്താണെങ്കിൽ തെക്കൻ ഭാഗത്തേക്ക് പോയാൽ അവിടെ സമാനമായി ഇവർ കൊണ്ടുവന്നത് ഓച്ചറുപ്പാപ്പ എന്ന പേര് പറഞ്ഞ് ദാമോദരൻ എന്ന് പറയുന്ന ഒരു അയ്യപ്പനെയാണ്, ഒരു അമുസ്ലിം സഹോദരനെയാണ്. അയാളെ കൊണ്ടുപോയി അയാളെ മയ്യത്ത് വരെ കയ്യിലാക്കി ഷെയ്ഖ് എന്ന പേരിട്ട്, വലിയ എന്ന പേരിട്ട്, വലിയുള്ള എന്ന പേര് കൂടി ചേർത്തിക്കൊടുത്തുകൊണ്ട് അയാളുടെ മയ്യത്തും മറമാട് ഖബറിലേക്ക് ജാറമാക്കി അവൾ അതോടനുബന്ധിച്ച് പള്ളിയുണ്ടാക്കി സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ തന്നെയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി വരികയും അതോടുകൂടി അഡ്രസ് ആവുകയും ചെയ്തു. ആരാ ഓച്ചറുപ്പാപ്പ? ആ പ്രദേശങ്ങളിൽ ഇന്നും എല്ലാവർക്കും അറിയാം. അവിടെയുള്ള മുസ്ലിമീങ്ങളെ വീടുകളിൽ ഇപ്പോഴും കാണാൻ നമ്മൾ എഴുതി വെച്ച ഫലകങ്ങള് കുപ്പസ്വാമി, ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ച ബോർഡുകള് ആ പ്രദേശത്തെ അമുസ്ലിം വീടുകളിൽ ഇന്ന് നമുക്ക് കാണാം. അവർ കുപ്പസ്വാമിയായി കാണുന്നു, ഇവർ ഷെയ്ഖായും കാണുന്നു, വലിയുള്ള എന്ന പേരുമിട്ടിരിക്കുന്നു. എന്നിട്ട് അവിടെയും പണം വാരിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പൊ കാണുന്നത് ആ ഓച്ചറുപ്പാപ്പയുടെ ശരിയായ ചിത്രമാണ്. ഇതാണ് സഹോദരന്മാരെ ഓച്ചറുപ്പാപ്പ. ഇദ്ദേഹത്തെയാണ് ഷെയ്ഖായി വലിയായി ഇവര് അവതരിപ്പിച്ചത്. ഇങ്ങനെ കിട്ടുന്നവരെല്ലാം പിടിച്ച് വലിയ എന്ന പേരും കൊടുത്ത് അവരെയൊക്കെയും ഈ സമുദായത്തിന് പണം പിടുങ്ങാനുള്ള ചൂഷണോപാധികളാക്കി ഈ പുരോഹിതന്മാരെ മാറ്റി ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് ഓരോന്നോരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുക. തെക്കൻ ഭാഗത്ത് ഓച്ചറുപ്പാപ്പയാണെങ്കിൽ, മലബാറിന്റെ നമ്മുടെ ഈ മധ്യഭാഗത്ത് കോയപ്പാപ്പയാണെങ്കിൽ, കാസർകോട്ടേക്ക് പോയാൽ ഒരു പണമ്പൊന്നാകെ സുഹൃതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞ് ഖബർ തോട്ടമായി മാറിയതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ ആ രംഗം ശ്രദ്ധിക്കാൻ. നിങ്ങൾ ഖബർ തോട്ടമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ നീളത്തിലുള്ള ഖബറുകള്? എന്തായാലും സുഹൃതാക്കന്മാരത്രേ. ആരാ സുഹൃതാക്കന്മാര്? പേരാർക്കും അറിയില്ല, എന്തിന് ഷഹീദായി എന്നറിയില്ല, ഏത് യുദ്ധത്തിൽ അവർ കൊല്ലപ്പെട്ടുവെന്നറിയില്ല. പിന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, എന്ത്? തോട്ടത്തിൽ ശുഹദാ മഖാം, തോട്ടത്തിൽ ശുഹദാ മഖാം എന്ന് ബോർഡ് എഴുതി വെച്ചു. എന്നതിനപ്പുറം പ്രത്യേകിച്ച് ശുഹദാക്കന്മാരാണ് എന്നതിന് തെളിവൊന്നുമില്ല. അവിടെ നിൽക്കുന്ന അതിന് കാർമ്മികത്വം നൽകുന്ന മുസ്ലിയാരോട് ചോദിച്ചു, ആരാണ് ഉസ്താദേ ഇതിൽ മറവട്ട് കിടക്കുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി എന്താ? അത് മോനെ വെളിപ്പെട്ടിട്ടില്ല എന്നാ. വെളിപ്പെടുകയുമില്ല. ഈ നിലക്ക് സമുദായത്തെ ചൂഷണം ചെയ്യാനുള്ള ഒരുപാട് തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ പുരോഹിതന്മാർ. അങ്ങനെ ഇത്തരം ജാലങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുവന്ന് അവിടെ പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും സത്യം ചെയ്യലും മാത്രമല്ല റുകൂഉം സുജൂദും തവാഫും സഅയും വരെയുള്ള രംഗങ്ങള് ഇന്ന് ജാലങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഈ നിലക്കുള്ള ഒരുപാട് ശിർക്കിന്റെ വശങ്ങള് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇപ്പൊ കാണുന്നത് സ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സ്ക്രീൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖബറിങ്ങളിൽ ജാറത്തിന് തവാഫ് ചെയ്യുന്ന ഒരു ഭക്തനെയാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാള് ഖബറിനെ ബലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമില് തവാഫ് ചെയ്യാൻ, ചുറ്റാൻ അനുവദിക്കപ്പെട്ടത് ലോകത്തൊരു കേന്ദ്രമുണ്ടെങ്കിൽ കഅബാലയം മാത്രമല്ലേ? അതല്ലാത്ത മറ്റെവിടെയെങ്കിലും തവാഫ് ചെയ്യാൻ നമുക്ക് അനുവാദമുണ്ടോ? പക്ഷെ ആ തവാഫ് പോലും ജാറങ്ങളിൽ കൊണ്ടുവന്നു. നിങ്ങൾ ഇപ്പൊ കാണുന്നത്
നേക്ക് നേരെ നടന്നുകൊണ്ടുള്ള തവാഫാണെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കിടന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നതാണ്. ശയന പ്രദക്ഷിണം എന്ന മുസ്ലിമീങ്ങളൊക്കെ പേരിട്ട് വിളിക്കുന്ന ഏറ്റവും ഭക്തി ആവശ്യമുള്ള ഒരു തവാഫ്. ആ തവാഫാണ് ജാറങ്ങളിൽ ആ സാധുവായ മനുഷ്യൻ ഭക്തിയോടുകൂടി ആവേശത്തോടുകൂടി ഈമാനിക ആവേശം എന്ന അവരുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാവുന്ന നിലയ്ക്ക് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാ ഉത്തരവാദികള്? പുരോഹിതന്മാരല്ലാതെ മറ്റാരാണ്? ഈ സഖാഫികളും അവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമല്ലാതെ മറ്റാരാണ് ഇതിന് ഉത്തരവാദികള്? സുന്നത്ത് മാസികയാണല്ലോ പണ്ട് ഫത്വ കൊടുത്തത്. തവാഫും സഅയും ചെയ്യാൻ വ്യംഗ്യമായിട്ടുള്ള അനുവാദം നൽകിയത് സുന്നത്ത് മാസികയാണ്. AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം എന്ന് പറയുന്ന ജൂനിയർ കാന്തപുരത്തോട് ചോദ്യം വന്നുവല്ലോ, ഖബറിങ്ങൾ തവാഫും സഅയും പാടില്ല എന്ന് മദ്ഹരി എന്ന കിതാബിൽ പറയുന്നുണ്ട്, പക്ഷെ ചെയ്യാമെന്ന് നഫീസത്ത് മൗലിദിലും പറയുന്നു. എന്താണ് വസ്തുത എന്ന് ചോദിക്കുമ്പോ എന്താ കാന്തപുരത്തിന്റെ മറുപടി? തവാഫും സഅയും ചെയ്യാൻ പാടില്ല. കാണാം നിങ്ങൾക്ക് സുന്നത്ത് മാസിക സ്ക്രീനിൽ. എന്താ പറഞ്ഞത്? തവാഫും സഅയും പാടില്ല, എന്നാൽ യാസീനും ഫാത്തിഹയും മറ്റും ഓതിക്കൊണ്ട് ഖബറിന് സമീപം നടക്കുന്നതിന് വിരോധമില്ല. അത് നീളത്തിലും വട്ടത്തിലുമാവാം. യാസീനും ഫാത്തിഹയും മറ്റും ഓതിക്കൊണ്ട് ഖബറിന് സമീപം നടക്കുന്നതിന് വിരോധമില്ല. അത് നീളത്തിലും വട്ടത്തിലുമാകാം. അപ്പൊ നീളത്തിൽ ഇങ്ങനെ നടക്കാം, അല്ലെങ്കിലും എല്ലാം അങ്ങനെയാണല്ലോ. സുജൂദ് രൂപത്തിൽ കിടക്കാം, സുജൂദ് എന്ന് പറയാതിരുന്നാ മതി. പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥന പദം പ്രയോഗിക്കാതിരുന്നാ മതി. അള്ളാഹ് അർപ്പിക്കുന്ന ഏതും അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാം. അള്ളയാണ് വിശ്വസിക്കാതിരുന്നാ മതി, ഇലാഹാണെന്ന് ധാരണ ഇല്ലാതിരുന്നാ മതി, എങ്കിൽ പ്രശ്നമില്ല എന്നാണല്ലോ ഈ സമുദായത്തെ അവര് പഠിപ്പിച്ചത്. ഇങ്ങനെ സമുദായത്തെ ശിർക്കിന്റെ പാതയിലേക്ക്, ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും വശങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്വാഭാവികമായും ഇത് ശരിയല്ല എന്ന് ഈ സമുദായത്തോട് തുറന്നു പറയാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായി. തിരിച്ച് ഇതൊക്കെയും ശരിയാണെന്ന് സമർത്ഥിക്കാൻ, പ്രാമാണികമാണെന്ന് തെളിയിക്കാൻ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതേപോലെ സലഫ് സ്വാലിഹീകളുടെയും അതേപോലെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെയും ഒക്കെ അധ്യാപനങ്ങളെ പിൻബലം ഇതിനുണ്ട് എന്ന് പറയാൻ അവരെ കൊണ്ടാവാതെ ഇരുന്നപ്പോൾ, അവരെ കൊണ്ട് സാധിക്കാതിരുന്നപ്പോൾ അവരെ കണ്ടെത്തിയ മാർഗമാണ്. എങ്കിൽ പിന്നെ ഈ പറയുന്ന ആളുകളെ തേജോവധം ചെയ്യുക, വ്യക്തിപരമായി ആക്ഷേപിക്കുക, ഇവരെ മോശക്കാരെ ചിത്രീകരിക്കുക, അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും തെരഞ്ഞു പിടിച്ച് അവരുടെ നാക്കിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വന്ന വല്ല അബദ്ധങ്ങളോ അതല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ നടത്തിയെടുത്ത ചില കഷ്ണങ്ങളൊക്കെയായി വന്ന് അത് ഇവിടെ സ്വന്തം വകയായി ചില വ്യാഖ്യാനങ്ങൾ അത് നൽകിക്കൊണ്ട് അത് പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച്, കണ്ടോ മുജാഹിദുകൾ അവരിങ്ങനെ പറയുന്നു, ഇന്നയാൾ ഇങ്ങനെ പറയുന്നു, മറ്റേ ശൈഖ് അങ്ങനെ പ്രസംഗിക്കുന്നു, മറ്റേ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾ വൈരുദ്ധ്യം പറയുന്നുവെന്നും ആശയപാപ്രത്വമാണ് എന്നും കാപ്പട്യമാണ് എന്നും അവർക്ക് ഈ പറയുന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല എന്നും അതിൽ തന്നെ അവർക്കൊരു ഉറപ്പില്ല എന്നും ഒക്കെയുള്ള ശൈലിയുള്ള പ്രചാരം നടത്തിയിട്ടെങ്കിലും ആളുകളെ ഈ ഖുറാഫാത്തിൽ തന്നെ, ഈ ശിർക്കിൽ തന്നെ, ഈ അന്ധവിശ്വാസങ്ങളിൽ തന്നെ തളച്ചിടാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ചില കഷ്ണങ്ങളുമായി വന്ന്, ചില ക്ലിപ്പുകളുമായി വന്ന് അതിങ്ങനെ നാടുനീളെ പ്രദർശിപ്പിച്ച് അത് കാസറ്റാക്കി, അത് ഡോക്യുമെന്ററി ആക്കി, അത് നാടുനീളെ ഇപ്പോ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തിന്? ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന താല്പര്യം കൊണ്ടല്ല, ഹക്കിന്റെ പാതയിലേക്ക് ജനങ്ങൾ വരണമെന്ന ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ഈ ഹക്കിന്റെ വഴിയിലേക്ക്, ശരിയായ അഹ്ലു സുന്നയുടെ ആദർശ പാതയിലേക്ക്, അതെ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലും സുന്നത്തും പഠിപ്പിക്കുന്ന ഈ ആദർശ പാതയിലേക്ക് സമുദായം ഒഴുകി വരുമ്പോൾ അതിനുള്ള മാനസികമായ പ്രയാസം ഒന്നുകൊണ്ട് മാത്രം തങ്ങളുടെ കച്ചവടങ്ങള്, തങ്ങളുടെ ബിസിനസ്സുകള് ഒരുപക്ഷെ തകർന്നടിയുമെന്ന ആ ഭീതി അതൊന്നുകൊണ്ട് മാത്രം സമുദായത്തെ ഈ പാതയിലേക്ക് വരുന്നതിൽ നിന്ന് തടയാനാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ പ്രദർശിപ്പിക്കുന്ന ഏതാനും കഷ്ണങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഒന്നാമതായി അവർ ഈ രംഗത്ത് ചെയ്യുന്ന പണി എന്താണ് എന്ന് സാക്ഷാൽ പേരോട് മുസ്ലിയാർ തന്നെ പറയുന്നത് ഞാൻ ഒന്നാമതായി കേൾപ്പിക്കാം. ഈ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ എന്ത് വഴിയാണ് അവർ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് ക്ലിപ്പ് ഉണ്ടാക്കുന്നത്, എന്താണ് അതിന്റെ തത്വമെന്ന് സാക്ഷാൽ പേരോട് മുസ്ലിയാർ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിന് അയാൾ പറയും. അയാൾ പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കാമല്ലോ. അത് നിങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കുക. സംഘത്തിന്റെ അത്തരം അങ്ങേത്തലയും അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേത്തലയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ചില കാര്യം ഉദ്ധരിക്കൂ.
അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു, അതും കേൾപ്പിക്കൂല, എന്റെ പേരോട് ഇതാ സമ്മതിക്കുന്നു എന്ന് അറിയൂ. അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ, അവർ സാധാരണ പതിവാണത്. കണ്ടോ നിങ്ങള്? അപ്പൊ ഇതാണ് പണി, ഇതാണ് പണി. അപ്പുറം കക്കുക, ഇപ്പുറം കക്കുക, എന്നിട്ട് ഇടയ്ക്കുള്ള കഷ്ണം എടുക്കുക. എന്നിട്ട് കണ്ടോ, ഇതാ അവര് പറയുന്നു, ഇതാ അവര് സമ്മതിക്കുന്നു, അവരിതാ ഇങ്ങനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊടുക്കുക. പേരോട് മുസ്ലിയാര് ഇങ്ങോട്ട് വെച്ച വെടിയാണെങ്കിലും അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ഭാഗം കേൾക്കുമ്പോ നിങ്ങൾക്ക് ബോധ്യമാകും. ഈ പണി ഇപ്പൊ മുസ്ലിയാക്കന്മാർ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടേക്ക് മുറിക്കാൻ പറ്റാ നോക്കി നടക്കുക. ഇപ്പോ മുജാഹിദ് പ്രവർത്തകന്മാരുടെ, പ്രഭാഷകന്മാരുടെ, പണ്ഡിതന്മാരുടെ കേസറ്റുകൾ എല്ലാം തെരഞ്ഞു പിടിച്ച് എവിടെയാണ് കട്ട് ചെയ്യാൻ പറ്റുക, എവിടെ മുറിച്ചാലാണ് ദുർവ്യാഖ്യാനിക്കാൻ കഴിയുക എന്ന് തെരഞ്ഞു നടക്കുകയാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കൊണ്ടെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പ്രദർശിപ്പിക്കാം. ഒന്നാമതായി KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഒരു കാസറ്റിന്റെ നിന്ന് അടർത്തിയെടുത്ത ഒരു ചെറിയ കഷ്ണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ 4-5 സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ണം. അതിട്ടുകൊണ്ട് KV സ്വലാത്തിനെ പരിഹസിക്കുന്നു. സ്വലാത്തിനെ തെറ്റായി ഇവർ സമുദായത്തിന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സ്വലാത്തിനുള്ള മഹത്വം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പ്രസംഗത്തിൽ നിന്ന് 4-5 സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ണം മുറിച്ചെടുത്ത് അതുമായി മുസ്ലിയാക്കന്മാർ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. വിതരണം ചെയ്യുന്ന സീഡികൾ എന്തു പേരിലാണെങ്കിലും ശരി, ആ സീഡിലൊക്കെയും അവര് അത് പ്രധാനമായി 5-6 തവണ ആവർത്തിച്ച് അതിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ആ കഷ്ണം നിങ്ങൾ ഒന്നാമതായി കാണുക. കണ്ടോ, ഇതാണ് ആ കഷ്ണം, ഇതാണ് ആ കഷ്ണം. അപ്പൊ ഇത് മാത്രം കേൾക്കുമ്പോൾ, ഇതിൽ 5-6 തവണ അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായും ഏതൊരാളും ധരിച്ചേക്കുമെന്നാണ് മുസ്ലിയാക്കന്മാരുടെ വിചാരം. ഇതൽപ്പം അധികമായി പോയി, ഇങ്ങനെ പറയാമോ, ഇത് ലേശം കൂടിപ്പോയി, ഇത് സ്വലാത്തിനെ കൊച്ചാക്കതല്ലേ എന്ന് ഒരാളെങ്കിലും തെറ്റിദ്ധരിച്ചാൽ, അങ്ങനെ ഒരാളുടെങ്കിലും ഒഴുക്ക് തടയാനായാൽ എന്നതാണ് മുസ്ലിയാക്കന്മാരുടെ ചിന്ത. യഥാർത്ഥത്തിൽ എന്താണ് KV അവിടെ പറഞ്ഞത്, എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഒന്നും വേണ്ട, ആ ഇട്ട കഷ്ണം ഒരൽപ്പം പിറകിൽ നിന്നും ഒരൽപ്പം മുന്നിൽ നിന്നുമായി കേട്ടാൽ തന്നെയും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആളുകൾക്ക് ബോധ്യമാകും. സ്വലാത്തിനെ പരിഹസിക്കാനല്ല, മറിച്ച് സ്വലാത്തിനെ പരിഹസിക്കുന്നവരെ തുറന്നു കാണിക്കുകയും ശരിയായ സ്വലാത്ത് എന്താണ് എന്ന്, അതിന്റെ മഹത്വം എന്താണ് എന്ന് സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് ആ ഏറ്റവും പ്രസിദ്ധമായ 3 മിനിറ്റിൽ നിന്നാണ് 5 സെക്കൻഡോളം അവര് മുറിച്ചെടുത്തത് എന്നതാണ് വസ്തുത. ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ആ ഒരു വശം 2-3 മിനിറ്റ് തികച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ആളുകള്, സാധാരണക്കാര്, ആത്മാർത്ഥതയുള്ള കുബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര്, അവര് തീരുമാനിക്കട്ടെ ഇതിൽ അപാകതയുണ്ടോ, ഇതിൽ അബദ്ധമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അല്ലാണ്ട് നബിന്റെ പേരിൽ സലാത്തിൽ തെറ്റാണോ? അങ്ങനെ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പ്രാസംഗികനും ഇവിടെ ഉണ്ടാവില്ല. പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല. പോരെ, പിന്നെ എങ്ങനെ തെല്ലിക്കൂല നിങ്ങള്? ഞാനിങ്ങനെ പ്രസംഗിച്ച് കൊയങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് അല്ലാത്ത ചെല്ലാത്ത, ഇതുവരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാ എന്നുകൊണ്ട് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തുന്നത്. ഞാൻ എന്ത് ചെയ്യാ? ചായയും ദശമൂലായിട്ടും ഒക്കെ കുടിക്കുക. നിങ്ങൾ ഇങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് അത് ചെയ്യിക്കുക. അത് ചെല്ലാത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? സലാത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയോ? മൻ സല്ല അലയ്യ വാഹിദത്തൻ, ഒരാൾ എന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബി അശ്റഹബൻ, 10 നന്മ അള്ളാഹു അനുഗ്രഹമായി നൽകും. ഒരു പ്രാവശ്യം നബിന്റെ പേരിൽ സലാത്തില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ബഖീലു മൻ ദുകിറത ഇൻദഹു ഫലൻ യുസല്ലി അലയ്യ, ഒരു ആളുടെ പേരിൽ എന്റെ പേര് ഒരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി, ഇതെന്താ ഇപ്പൊ നമ്മൾ സലാത്ത് എങ്ങനെയാ ചെല്ലല് അറിയാള്? നബിന്റെ പേരിൽ സലാത്തിലുണ്ട് നിങ്ങള്, നബിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലല അറിയാള്? പിന്നെ നബിയെ വിളിച്ചിട്ട് പാട്ട് പാടുക. അങ്ങനെ യാ റസൂൽ സലാം അലൈക്കും, നബിനോട് സലാം. ഞങ്ങളെ കണ്ടപ്പോ അംസാഷേ സലാം അലൈക്കും, അംസാഷ് പായും. കാരണം നമ്മളെ കേവിക്ക് താറാറായി കിട്ടും അറിയും.
എന്താ കാരണം? ഇങ്ങനെ ആരെയും സലാം ചൊല്ലോ ഉണ്ടോ? നബിന് ആചാരെ കണ്ടു. ആചാരെ കണ്ടപ്പോ ആചാരേ സലാമലൈക്കും അല്ലേ? പിന്നെ പെണ്ണുങ്ങളെ കണ്ടപ്പോ പെണ്ണുങ്ങളെ സലാമലൈക്കും, പെണ്ണുങ്ങൾ പറയും. ഇങ്ങനെ നബിക്ക് സലാം ചെല്ലണ്ടാന്ന് നമ്മൾ പറഞ്ഞത്. മനസ്സിലായ വിഷയം? മനസ്സിലായ? ഇങ്ങനെ പാട്ട് പാടണം നബിനോട്. നമ്മളിപ്പോ നാട്ടിലുള്ള ഒരാളോട് ഇങ്ങനെ സലാം ചെല്ലാൻ കണ്ടാവും, നിങ്ങൾ എന്ത് പറയും? അയാളെന്ത് മനുഷ്യൻ, അയാൾ സലാം ചെല്ലണമൊക്കെ പാട്ട് അടിക്കുക അല്ലേ, പറയില്ലേ? പക്ഷെ നമ്മൾ കണ്ടോ സഹോദര, എന്താ പ്രശ്നം ഉള്ളത്? ഇത് സ്വലാത്തിനെ പരിഹസിക്കാനാണ് എന്ന് സഖാഫിമാർക്ക് പോലും മനസ്സറിഞ്ഞ് പറയാൻ കഴിയോ? പിന്നെയില്ല അല്ലാത്തവര്. അപ്പൊ അവർക്കറിയാത്തത് കൊണ്ടല്ല, ബോധ്യമില്ലാത്തത് കൊണ്ടല്ല, ഇത് കേട്ട ഏതൊരാൾക്കും അറിയാം ഇവിടെ കേവി ഒരിക്കലും സ്വലാത്തിനെ പരിഹസിച്ചിട്ടില്ല. പകരം സ്വലാത്തിനെ പരിഹസിക്കുന്ന പ്രവണതകൾ ഈ മുസ്ലിയാക്കന്മാർ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ശരിയല്ല സമൂഹമേ എന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് കേവി ഇത് പറഞ്ഞത് എന്ന് ആർക്കാ മനസ്സിലാവാത്തത്? ഇവർക്കും ബോധ്യമില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ തൽക്കാലം ഒന്ന് മുറിച്ചെടുത്ത് അതങ്ങ് കാണിച്ചു കൊടുത്താൽ ഇത് വിശ്വസിച്ചേക്കുമല്ലോ എന്ന ചിന്തയാണ് ഈ ഇത്ര നീചമായ ഈ പണിക്ക് ഇവരെ പ്രേരിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാത്രവുമല്ല, തക്കം കിട്ടുന്നിടത്ത് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇവര് പറയാറുണ്ട് മുജാഹിദുകൾ സ്വലാത്തേ പാടില്ല എന്ന് പറയുന്നവരാണ് എന്ന് പണ്ടൊക്കെ വ്യാപകമായി ഇവർ പറയാറുണ്ടായിരുന്നു. പക്ഷേ മുജാഹിദുകളുടെ പ്രഭാഷണ കാസറ്റുകൾ വ്യാപകമായ ആളുകളുടെ കൈകളിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും ബോധ്യമായി മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, അല്ല അവർ മാത്രമാണ് ശരിയായ സ്വലാത്തിന്റെ ആളുകള്, അവകാശികള്, കച്ചവടമാക്കാതെ ബിസിനസ് ആക്കാതെ തീർത്തും പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ആ വഴി എളുപ്പമാകണമെന്ന താല്പര്യമൊന്നുകൊണ്ട് മാത്രം സ്വലാത്ത് ചൊല്ലുന്നവർ മുജാഹിദുകൾ മാത്രമാണ് എന്ന് ഏകദേശം എല്ലാവർക്കും ബോധ്യമായി. അതുകൊണ്ട് ആ ആരോപണം ഇപ്പൊ മുസ്ലിയാക്കന്മാർ വ്യാപകമായി പറയാറില്ല. എന്നാലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഒരുപക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബ്ദം അത്ര അടുത്തറിയാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഏതെങ്കിലും പ്രദേശങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴും മുസ്ലിയാക്കന്മാർ പറയാറുണ്ട്. അതിന് തെളിവാണ് ഈ അടുത്ത സമയങ്ങളിലായി തെക്കൻ ഭാഗത്ത് അലവി സഖാഫി നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിന് സമർത്ഥമായി അയാൾ വരികൾക്കിടയിൽ പറഞ്ഞൊപ്പിച്ചു മുജാഹിദ് സ്വലാത്തിനെതിരാണ്, ഒരൊറ്റ സ്വലാത്തും ഏത് സ്വലാത്തും പാടില്ല എന്നാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അയാൾ അവിടെ തട്ടിവിട്ടു. നിങ്ങൾ നേർക്ക് നേരെ കാണുക, ഞാൻ വെറുതെ പറയുകയല്ല. അദ്ദേഹം തന്നെ അവിടെ പ്രസംഗിച്ച ആ പ്രസംഗത്തിന് ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതിനെ ഇവർ എതിർക്കുന്നു. ഏതാ സ്വലാത്ത്? ഒരു സ്വലാത്തും ചെല്ലാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നത് കണ്ടോ സഹോദര, സ്വലാത്തിന് തന്നെ മുജാഹിദിന് എതിരാണ് എന്നാ പറഞ്ഞത്. സ്വലാത്തേ പാടില്ല എന്നാ പറഞ്ഞത്, ഏത് സ്വലാത്തും പാടില്ല എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന് ഇത്ര പച്ചയായി ഇപ്പോഴും പ്രസംഗിച്ചെടുക്കുന്ന അതേ മനുഷ്യനാണല്ലോ കേവിന്റെ ക്ലിപ്പിടുന്നത്. ആ ക്ലിപ്പിൽ തന്നെയാണല്ലോ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞത്. എന്നിട്ടാണ് അതേ ക്ലിപ്പിട്ട് കഴിഞ്ഞിട്ട് അതേ അലവി സഖാഫി അതേ സ്റ്റേജിൽ വെച്ച് പറയുന്നത് സ്വലാത്തെ പാടില്ല എന്നാണ് ഇവര് പറയുന്നത് എന്ന് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സഹോദരന്മാരെ ഇത്ര ക്രൂരമായി, ഇത്ര ധിക്കാരപരമായ ഈ ചെയ്തി എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിം നാമധാരിക്ക് പോലും ചെയ്യാൻ കഴിയുക എന്നാണ് ആലോചിക്കേണ്ടത്. മുജാഹിദിനോട് ദേഷ്യമുണ്ടെന്ന് കരുതി, തൗഹീദിനോട് വിരോധമുണ്ട് എന്ന് കരുതി, ഇസ്ലാമിന്റെ ആശയാദർശങ്ങളോട് പ്രവാചകന്മാരെ പഠിപ്പിച്ച തൗഹീദിനോട് വിരോധമുണ്ട് എന്ന് കരുതി ഇത്രയും അങ്ങേതല വരെ പോകാൻ സാധിക്കുമോ എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. പടച്ച റബ്ബ് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ മറ്റെന്തു ചെയ്യാൻ? ഈ നിലക്കാണ് ക്ലിപ്പിന്റെ എല്ലാം ഗതി. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം യാഥാർത്ഥ്യം കണ്ടാൽ തന്നെ ഏതൊരാൾക്കും ബോധ്യമാകും. ഇനി ഇവർ പ്രദർശിപ്പിക്കുന്ന മറ്റൊന്ന് കേവിയുടെ തന്നെ മറ്റൊരു പരാമർശമാണ്. സമുദായത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിൽ കടന്നു വരുന്ന അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ശരിയല്ല എന്ന് ശിർക്കിന്റെ വഴികളെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംസാരത്തിനിടയിൽ അതിനൊരു ഉദാഹരണം എന്നോണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല രീതികളും പല സംസാര ശൈലികളും അദ്ദേഹം പറയുകയും അങ്ങനെയൊക്കെ പറയുന്നുവെങ്കിൽ പ്രവാചകനെ പറ്റിയും അങ്ങനെ പറയേണ്ടി വരുമെന്ന് ഈ സമുദായത്തെ അങ്ങനെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ എന്ന് ബോധ്യപ്പെടുത്താനായി KV അബ്ദുൽ പറഞ്ഞപ്പോൾ അത് മുറിച്ചെടുത്ത് അത് ക്ലിപ്പാക്കി ഇപ്പൊ മുസ്ലിയാക്കന്മാർ നടക്കുന്നു.
നബിതങ്ങളുടെ ജന്മത്തെക്കുറിച്ച് നബിതങ്ങൾ ജനിച്ചത് തന്നെ ശരിയായ രൂപത്തിലല്ല എന്ന നിലക്ക് ഉള്ള പ്രചാരണങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ദജ്ജാലിനോട് ഉപമിച്ചുവെന്ന് പോലുമാണ് ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലവി സഖാഫിയുടെ ഏറ്റവും പുതിയ ആരോപണം അങ്ങനെയാണ്. പണ്ട് പറഞ്ഞെന്താ ദജ്ജാൽ എന്ന് വിളിച്ചു എന്നാ. ഇപ്പൊ യാഥാർത്ഥ്യം ആളുകൾ പലരുടെയും കൈകളിലേക്ക് എത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി അത് പറഞ്ഞാൽ വിശ്വസിക്കൂല. അപ്പൊ ഇപ്പൊ പറഞ്ഞെന്താ ദജ്ജാലിനോട് ഉപമിച്ചുവെന്നാ പറയുന്നത്. എന്തായാലും എന്താ വസ്തുത കാണുന്നതിന് മുമ്പ് ആദ്യം അവർ ഇടാറുള്ള പ്രദർശിപ്പിക്കാറുള്ള കഷ്ണങ്ങൾ ഞാൻ പ്രദർശിപ്പിക്കാം. ശേഷം ഇൻഷാ അല്ലാഹ് യാഥാർത്ഥ്യവും കാണിക്കാം. അവർ ചെയ്യുന്ന ചെയ്തി എന്താണ് എന്നോ. കെവിയുടെ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന് ഒരു 3-3.5 മിനിറ്റുള്ള ഒരു പ്രസംഗം. ആ 3.5 മിനിറ്റിൽ നിന്ന് ആദ്യത്തെ 1 മിനിറ്റോളം അവരങ്ങ് ഒഴിവാക്കി. പിന്നെയുള്ള ഒരു 1/4 മിനിറ്റ് അതെടുത്തു. പിന്നെയുള്ള ഒരു 1/2 മിനിറ്റ് ഒഴിവാക്കി. പിന്നെയുള്ള 1 മിനിറ്റ് എടുത്തു. എന്നിട്ട് ഈ ഇടയ്ക്കുള്ള കഷ്ണം ഒഴിവാക്കിയിട്ട് മറ്റു 2 കഷ്ണങ്ങളും കൂടെ ഒന്നാക്കി ചേർത്ത് ഒറ്റ കഷ്ണമാക്കി ഒറ്റ ക്ലിപ്പിട്ട് അവർ നാട് നിങ്ങൾ പ്രചരിപ്പിച്ചു. ആദ്യം ചെയ്ത് അങ്ങനെയാണ്. ആ 1ാമത്തെ കഷ്ണം നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങും. പിന്നെ 6 വയസ്സായപ്പോയേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. കണ്ടോ, ഇതാണ് 1ാമത്തെ കഷ്ണം. എന്നിട്ട് ഇതിലേക്ക് അവരെ കൂട്ടിച്ചേർക്കാനുള്ള 2ാമത്തെ കഷ്ണമുണ്ട്. ആ കഷ്ണം വേറെയായി തന്നെ നിങ്ങൾക്ക് കാണാം. അത് വേറിട്ട് നിങ്ങൾ കാണുക, ശ്രദ്ധിക്കുക നിങ്ങൾ. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. ഇതാണ് 2ാമത്തെ പീസ്. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് നിന്ന് ഒരു 1/2 മിനിറ്റ് മുറിച്ചൊഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് സമർത്ഥമായി ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ കഷ്ടമാക്കി അവതരിപ്പിക്കുക. അപ്പൊ കേൾക്കുന്നവർക്ക് എന്ത് തോന്നും? ഈ വിളി ദജ്ജാൽ എന്ന പദപ്രയോഗം അത് കെവി നടത്തിയത് ഇവര് പറയുന്ന രൂപത്തിൽ തന്നെയാണ് എന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി ഈ നീചമായ ഈ രീതിയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേരോട് മുസ്ലിയാര് പറഞ്ഞ് കേൾപ്പിച്ചുവല്ലോ, അപ്പുറങ്ങക്ക ഇപ്പുറങ്ങക്ക ഇതിലെന്താ കണ്ടോ ഇവിടെ ഇങ്ങനെ പറയുന്നു എന്ന് പറയുക. ആ പണിയാണ് ഇപ്പൊ സാക്ഷാൽ പേരോട് മുസ്ലിയാർ അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ യാഥാർത്ഥ്യം? ആ ഇടക്ക് അവര് മുറിച്ചു പോയ കഷ്ണമടക്കം ഒരു 2.5-3 മിനിറ്റ് തികച്ച് കെവിയുടെ ആ പ്രസംഗം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇതിൽ നബി ആക്ഷേപിക്കാനാണോ, നബിയെ പറ്റി മോശമായ പദപ്രയോഗം നിർവഹിക്കാനാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനൊന്നും പറയുന്നില്ല, ശ്രദ്ധിക്കുക നിങ്ങൾ. അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും, ഉദാഹരണം പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ഒരു അംശം. ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു, ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസം, ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പം വലിയ മുജാഹിദായെന്ന് പറഞ്ഞ ഉദ്രികകളുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പൊ നമുക്കുണ്ടോ ഈ വിശ്വാസമല്ലേ? ഉണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിന്റെ വേരിന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പിറന്നു വീണത്, അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോയേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡ് ഉണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഉണ്ടായതിൻ്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. മുജാഹിദാന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട്. ചിലവർ പറയുന്നുണ്ട്
ചില ഭാര്യമാർ ഇത്തരം ആളുകളോട് പറയും, ഞാനിവിടെ വന്ന് കയറിയതിൻ്റെ ശേഷമല്ലേ നിങ്ങളുടെ ഖൈറുണ്ടായത്, അപ്പൊ നിങ്ങള് തല കുലുക്കിയിട്ട് അതൊക്കെ ശരിയാണ്, എൻ്റെ ഖൈർ തന്നെയാണ് പറയാത്ത ആളുകൾ ആരാള്? അള്ളാഹിന്റെ അനുഗ്രഹമാണ്. പടച്ച തമ്പുരാൻ ഒരാൾ നമ്മുടെ കൈവശം വരുമ്പോൾ അവർക്കുമുള്ള ചെലവ് നമ്മുടെ കയ്യിൽ നൽകും. അത് പടച്ച തമ്പുരാന്റെ നിയമമാണ്. എന്നല്ലാതെ ഒരാൾ കയറിയാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ പോയി. അതുകൊണ്ട് ആ ഗുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നോടത്താണ് ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടോ സഹോദര, ഇത് മുഴുവനായും കേട്ട ഒരാൾക്ക് ഈ പ്രസംഗം മുഴുവൻ കേൾക്കണ്ട, ഈ ഒരു 3 മിനിറ്റ് തികച്ച് കേട്ട ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാനാവുക? ഇത് ഇവര് ഇങ്ങനെ 2 കഷ്ണം കൂടെ ഒറ്റന്നാക്കി നാട് നില പ്രദർശിപ്പിച്ചപ്പോൾ മുജാഹിദുകൾ അതിലെ യാഥാർത്ഥ്യം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് പല സ്ഥലത്തും പ്രദർശിപ്പിച്ചു, അത് സീഡിയാക്കി വിതരണം ചെയ്തു. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ആ നിലക്ക് കളിപ്പിട്ടാല് ആളുകൾ നമ്മളെ വിടൂല. അതുകൊണ്ട് ഇപ്പൊ ആ കഷ്ടം അടക്കം കൂട്ടിയിട്ടാണ് ഇപ്പൊ സഖാഫിമാരിടുന്നത്. എന്നിട്ട് ഇപ്പൊ പറയാ, കണ്ടോ ദജ്ജാലിനോട് ഉപമിച്ചു എന്നാ ഇപ്പത്തെ കംപ്ലൈന്റ്. ആ കംപ്ലൈന്റും കേട്ടോളൂ നിങ്ങൾ. അലവി സഖാഫി തന്നെ പറയട്ടെ. വേറൊരു മൗലവിന്റെ മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി, അയാൾ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയുന്നത് എന്നറിയോ? അയാള് പറയുന്നത്, സംഗതി അറിഞ്ഞാൽ റസൂലിനെ കുറിച്ച് നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയില്ല. പിന്നെ ദജ്ജാലിനോട് ഇങ്ങനെ ഉപമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശൈലി കേട്ടോളൂ. അയാൾ പറയുന്നത്, ഞാൻ പറയുന്നില്ല, അയാൾ എന്നെ പറയട്ടെ. അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്ക് നോക്കിയിട്ട് ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവ ഉണ്ടായത് പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. ശരി തന്നെ, ഉള്ളിൽ മാത്രമല്ല ചില ആൾക്കാർ പറയാറുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ആരംഭ റസൂലിനെ കുറിച്ചാണ് ഈ മൗലവി പറയുന്നത്. ഏറ്റവും പുതിയ പ്രസംഗം. അപ്പൊ ഏറ്റവും പുതിയ പ്രസംഗത്തിന് ഇപ്പൊ നമ്പർ മാറ്റി. കാരണം എന്താ, മറ്റേ ആളുകൾ വിശ്വസിക്കൂല. അപ്പൊ നമ്പർ മാറ്റി. എന്നിട്ട് എന്താക്കി, ദജ്ജാലിനോട് ഉപമിച്ചു എന്നാക്കി മാറ്റി. എന്നിട്ട് അതിന്റെ പേരില് സമുദായത്തിന്റെ മുമ്പിൽ മുതലക്കണ്ണീരൊഴുക്കി നബിയോട് സ്നേഹമുള്ളവർ തങ്ങളാണ് എന്ന് വെളുത്തി തീർത്ത് ഇവർക്ക് നബിയോട് സ്നേഹമില്ല, നബിയെ ആക്ഷേപിക്കുന്നവരാണ്, നബിയെ കൊച്ചാക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്യാ, ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങാനുള്ള, ചൂഷണം നിർവഹിക്കാനുള്ള ഈ രീതി എന്നല്ലാതെ മറ്റെന്താ അതേ കുറിച്ച് പറയാവുന്നത്? സമാനമായി പ്രവാചക വിഷയത്തിൽ തന്നെ ഇവർ പ്രദർശിപ്പിക്കാനുള്ള 1-2 കഷ്ടം കൂടിയുണ്ട്. ബഹുമാനായ സുഹൈർ മൗലവി ചുങ്കത്തറ അദ്ദേഹം മറ്റേ പ്രസംഗത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൂസാ നബിയും അടക്കമുള്ള അമ്പിയാക്കന്മാരെ കുറിച്ച് മുഴുവനും പറഞ്ഞപ്പോൾ അവര് പ്രവാചകന്മാരായ സാഹചര്യവും അതിന് മുമ്പത്തെ അവരുടെ അവസ്ഥയും പ്രവാചകനാകുന്ന രംഗവുമൊക്കെ അദ്ദേഹം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അതിനിടയിൽ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്ത് വാങ്ങാനായി അല്ലെ വഹയി കിട്ടി ഒന്നാമതായി നബിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആ രംഗം പറയുമ്പോൾ, ആ വഹയി കിട്ടാനായി ചെല്ലുന്ന ചെല്ലൽ പോകുമ്പോൾ വഹയി കിട്ടണമെന്ന ഉദ്ദേശത്തെ അല്ല പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് മൂസ നബിയായിട്ടില്ല, അന്ന് നബിയല്ല, അതിന് നുബുവത്ത് കിട്ടിയിട്ടില്ല. ആ കാലത്ത് മദീനയിൽ നിന്ന് ഭാര്യയെയും കുടുംബത്തെയും കൂട്ടി മടങ്ങി വരുന്ന മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിച്ചം കണ്ട് വെളിച്ചം വാങ്ങാനായി പോയ പോക്ക്, അത് പറയുമ്പോൾ അന്ന് മൂസാ നബിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം അത് മുറിച്ചെടുത്തിട്ട് കണ്ടോ മൂസാ നബിയല്ല എന്നാ പറയുന്നത്, കേവലം ഒരു മൂസയാണ് അല്ലെങ്കിൽ മൂസ സാഹിബാണ് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 കഷ്ണങ്ങള് മുഹമ്മദ് നബിയെ പറ്റിയും ആ നിലക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തെ പറ്റി പറഞ്ഞപ്പോൾ അത്തരമൊരു പരാമർശം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീണുപോയൊരു പരാമർശം, അത് 2 മുറിച്ചെടുത്ത് കണ്ടോ അവരിങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഈ നിലക്കാണ് പ്രവാചകന്മാരെ പറ്റി അവരുടെ ധാരണ, അവർ പ്രവാചകന്മാരെ എഴുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ട് അതും ഇപ്പൊ വ്യാപകമായി ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതും സാക്ഷാൽ അലവി സഖാഫി തന്നെ ആ ക്ലിപ്പ് ഇട്ട് അയാൾ പറയുന്ന കമാൻഡ് അടക്കം നിങ്ങൾ ശ്രദ്ധിക്കുക. മുജാഹിദ് നേതാവ് സുഹൈർ ചുങ്കത്തറ അയാൾ പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അതുപോലെ മൂസാ നബിയെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ? മൂസാ നബിയെ കുറിച്ച് പറയുന്നു മൂസാക്കയാണ്, മൂസാ നബിയല്ല. നോക്കണം നിങ്ങൾ, ഇവര് പുത്തൻവാദികൾ നബിയെ അപമാനിക്കുന്നു എന്നാ വലിയ നേതാവ് പറഞ്ഞത്. ആരാ അപമാനിക്കുന്നത്? കേട്ടോളൂ. മൂസാ നബിയെ കുറിച്ച് ഇയാൾ തന്നെ പറയുന്നു, സുഹൈർ ചുങ്കത്തറ. അതായത് കലിമത്തു ഷഹാദത്തിന് ശേഷം 4 കെട്ടലാണോ നിർബന്ധം, അതല്ല നിസ്കരിക്കലാണോ നിർബന്ധം എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള മൗലവിയാണ് അയാള്. അത്രക്ക് 4 കെട്ടൽ നിർബന്ധമാണ് എന്നുള്ള വാശി പിടിക്കണ മൗലവി, ഈയിടെ കുപ്രസിദ്ധനായ മൗലവിയാണ്. അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസ സാഹിബ്, മൂസാക്ക, മൂസ സാഹിബ് നബിയല്ല, മൂസാ നബിയാണ് ഈ പറയുന്നത്. കേട്ടല്ലോ സഹോദര. അപ്പൊ ഇതിട്ടിട്ട് ഈ നിലയ്ക്ക് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വിശ്വാസിക്കും തോന്നിയേക്കാം അവതൽപ്പം അധികമായി പോയി. സുഹൈർ മൗലവി തന്നെ പല വേദികളിൽ പറഞ്ഞു, എന്റെ നാവെന്ന് വന്നുപോയൊരു പദപ്രയോഗമാണ്, അതും പ്രവാചകന് മുമ്പുള്ള അവസ്ഥയെ പറ്റി പറഞ്ഞാണ്. എന്നാൽ പോലും ആ പദം സൂക്ഷിക്കേണ്ടതായിരുന്നു, സൂക്ഷ്മത കാണിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പല വേദികളിലും അതിനുശേഷം പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരിക്കലും ഇകഴ്ത്താൻ ഉദ്ദേശിച്ചുകൊണ്ട്, പരിഹസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പദപ്രയോഗമേ അല്ല, മറിച്ച് അവർക്ക് അങ്ങനെ പ്രവാചകത്വത്തെ കുറിച്ചോ നുബുവത്തിനെ കുറിച്ചോ ഒരു ധാരണയും അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് ഖുർആൻ വ്യക്തമായും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ ആ ഒരു ആശയം സുഹൈർ മൗലവി പറഞ്ഞുവെന്ന് മാത്രം. ഇനി എന്താ യാഥാർത്ഥ്യം? പ്രവാചകന്മാര് ആ വിഷയത്തിൽ തകരാറ് വരുമ്പോൾ അള്ളാഹു അയച്ച ആളുകളാണ്. പ്രവാചകന്മാര് സ്വയം വന്നല്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്നാ ഞാൻ അവിടെ ഇങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചതല്ല. അവരിങ്ങനെ ജീവിക്കുന്നു. അള്ളാഹു പെട്ടെന്നൊരു ഓർഡർ, അങ്ങോട്ട് വാ, ഇഖ്റ. പേടിച്ചുപോയി, അറിയില്ല. പ്രവാചകൻ ഇങ്ങനത്തെ സംഭവം അറിയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച് 8 കൊല്ലം അവിടെ കൂലിപ്പണിയെടുത്ത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിൽപ്പെട്ട കള്ളന്മാർ സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിക്കും. അതങ്ങനെയല്ല, അങ്ങോട്ട് കൊടുത്ത് 8 കൊല്ലം കൂലിപ്പണിയെടുത്ത്. അങ്ങനെ കുഞ്ഞുകുട്ടികളുമായിട്ട് മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുമ്പോൾ രാത്രിയായി, വെളിച്ചമില്ല. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു വെളിച്ചം. അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കി, ഞാൻ ആ വെളിച്ചം ലേശം എടുത്തുകൊണ്ട് വരാം, നമുക്ക് നടക്കാൻ വഴിക്ക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത് കുടുംബത്തിന് നടന്നു പോകാനുള്ള ദുനിയാവിന്റെ വെളിച്ചമാണ്. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബിയല്ല. അങ്ങനെ ഒരു ഇസ്ലാം മതമെന്നോ നബിയെന്നോ നുബുവത്തെന്നോ അള്ളയെന്നോ ഒന്നും അറിയില്ല. പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്നറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹെന്നറിയില്ല. മൂസാക്കയ്ക്ക് ഭാര്യയും കുട്ടികളെയും കൊണ്ടുപോകാൻ വെളിച്ചം വേണം. പക്ഷെ ചെന്നപ്പോൾ കിട്ടിയത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് ദുനിയാവിൽ നടന്നു പോകാനുള്ള വെളിച്ചമല്ല, പിന്നെയോ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനും നാട്ടിലെ ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തി നരകത്തിന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കുവാനുമുള്ള ഹിദായത്താകുന്ന വെളിച്ചമാണ്. കണ്ടോ, ഇത് രണ്ടും തീർത്തു കേട്ടാൽ ആർക്കാണ് തോന്നുക പ്രവാചകന്മാരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് എന്ന്? ഏതൊരാൾക്കാ പറയാൻ കഴിയുക? ക്ലിപ്പിട്ട് പ്രസംഗിക്കാൻ പോകുന്ന സഖാഫിമാർക്കല്ലാതെ മറ്റാർക്കാണ് ആ നിലക്ക് ചിന്തിക്കാൻ കഴിയുക എന്നേ അതേക്കുറിച്ച് ചോദിക്കാനുള്ളൂ. ഇങ്ങനെ മുറിച്ചെടുത്ത കഷ്ണങ്ങളുമായി വന്ന് അലർത്തിയെടുത്ത കഷ്ണങ്ങള് അതിങ്ങനെ കട്ട് ചെയ്ത് 1/2 മിനിറ്റും 1/4 മിനിറ്റും 10 സെക്കൻഡും ഒക്കെയായി അതിങ്ങനെ പ്രദർശിപ്പിച്ച് പടയോട്ടമെന്നും അതേപോലെയുള്ള കലവറയെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് അത് സീഡിയാക്കി അങ്ങനെ വിതരണം ചെയ്താൽ
ആളുകളൊന്നാകെ ഈ ശിർക്കിൽ, ഈ ഖുറാഫാത്തിൽ ഉറച്ചു നിൽക്കുമെന്ന മുസ്ലിയാക്കന്മാരുടെ ധാരണ. പക്ഷേ എല്ലാവരും AP സുന്നിയാളാവൂലല്ലോ, AP സുന്നിയാളും മുഴുവനും ബുദ്ധിയില്ലാത്തവരാകൂലല്ലോ. അത് അല്പമല്ലേ ഉണ്ടാവൂ. അല്ലാത്തവരൊക്കെയും സ്വാഭാവികമായും ചിന്തിച്ചേക്കാം, എന്താ ഇതിന് യാഥാർത്ഥ്യമെന്ന് ചിലരെങ്കിലും അന്വേഷിക്കാതിരിക്കുന്നല്ലോ. ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഈ സീഡികൾ കേട്ടിട്ട് അതിന്റെ യാഥാർത്ഥ്യം ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ ഒറിജിനൽ സീഡ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊക്കെ സമീപിക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾ അങ്ങനെ ക്ലിപ്പ് മുറിച്ചിടണം, അത് തന്നെയാണ് വേണ്ടത്. അത് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ വഴിയിലേക്ക് കടന്നു വരാനുള്ള കാരണമായി മാറുന്നുണ്ട് എന്ന സന്തോഷം കൂടി അതിന്റെ കൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചു എന്ന് കരുതി നിങ്ങൾ ആ ഏർപ്പാട് നിർത്തരുത്. നിങ്ങൾ തുടരുക തന്നെ വേണം, അങ്ങനെ തന്നെ പ്രദർശിപ്പിക്കണം. ലവലേശം പോലും സത്യത്തിന്റെ കണിക പോലും ഇല്ലാതെ അസത്യം മാത്രമായുള്ള ക്ലിപ്പുകൾ നിങ്ങൾ ഇനിയും ഇറക്കണം. എങ്കിൽ അത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഇവർ പ്രദർശിപ്പിക്കുന്ന മറ്റ് ചില ക്ലിപ്പുകൾ ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരിയുടേതാണ്. ഓരോ പ്രാസംഗികന്മാരെ തിരഞ്ഞു വിളിച്ച് അവരുടെ പ്രസംഗത്തിൽ നിന്ന് എങ്ങനെയൊക്കെ മുറിക്കാൻ പറ്റും നോക്കി അത് മുറിച്ചെടുത്ത് വ്യക്തിപരമായി തേജോവനം ചെയ്ത് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് വടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും നിലക്കൊന്ന് അങ്ങോട്ട് മാറ്റി നിർത്താനെങ്കിലും കഴിയുമോ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ കാലം കഴിഞ്ഞു പോയ, അതൊക്കെ അപ്രസക്തമായി പോയ ചിന്തയാണ് എന്ന് സഖാഫിമാരെ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. മുജാഹിദ് ബാലുശ്ശേരി മുസ്ലിമീങ്ങളൊന്നാകെ മുസ്ലിക്കീങ്ങളാക്കി എന്നും മുസ്ലിക്കീങ്ങളെ മുസ്ലിമീങ്ങളാക്കി എന്നുമാണ് കാര്യമായ ആരോപണം. നാളെ നിങ്ങൾ മുസ്ലിയാക്കന്മാർ പറഞ്ഞെടുക്കാതെ ഓരോ മൂലയന്മാര് ഓരോ സാമർത്ഥ്യത്തിനനുസരിച്ച് അത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അലവി സഖാഫി പറഞ്ഞത് ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് ബാലുശ്ശേരി പറഞ്ഞത്. പേരോട് മുസ്ലിയാര് പറഞ്ഞതോ നമ്മളെ ഒരാള് അമുസ്ലിം എന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം പിടിക്കൂലേ എന്ന പോലെ തന്നെ അമുസ്ലിമിനെ മുസ്ലിം വിളിച്ചാലും ഓർക്ക് ദേഷ്യം പിടിക്കൂലേ, പക്ഷെ ഇവിടെ ദേഷ്യം പിടിപ്പിക്കാൻ വഹാബികൾ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ആ പേരോട് മുസ്ലിയാർ അവതരണം. അപ്പൊ ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ ഇത് ദുരുപയോഗം ചെയ്യാൻ കഴിയുമോ അതിനനുസരിച്ച് അവർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ബാലുശ്ശേരി പറഞ്ഞത്? എന്താ ഇതിന്റെ യാഥാർത്ഥ്യം? നേരത്തെ കാണിച്ച പോലെ തന്നെ യാഥാർത്ഥ്യം കാണുന്നതിന് മുമ്പ് ആദ്യം ഇവര് പ്രദർശിപ്പിക്കുന്ന കഷ്ണം അത് നിങ്ങൾ കാണുക, ശേഷം ഇൻഷാ അല്ലാഹ് യാഥാർത്ഥ്യം കാണിക്കാം. ശ്രദ്ധിക്കുക നിങ്ങൾ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം, മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഇതാണ് സഹോദരന്മാരെ നാട് നിങ്ങളെ കൊണ്ടെടുക്കുന്ന കഷ്ടം. യഥാർത്ഥ മുസ്ലിം ബാലേട്ടനാണ്, രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടെടുക്കുന്ന കഷ്ടം ഇതാണ്. ഇനി എന്താണിത്? ബാലൻ മുസ്ലിമാണെന്ന് പറഞ്ഞതാണോ, മറ്റോ കാഫിറാണെന്ന് പറഞ്ഞതാണോ, അതോ എന്ത് അടിസ്ഥാനത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്? എന്താ വസ്തുത? ഒരു വിശദീകരണം ആവശ്യമില്ല. ഈ ക്ലിപ്പിന്റെ ഒരു അരമിനിറ്റ് മുമ്പെന്നും അരമിനിറ്റ് പിന്നിൽ നിന്നുമായി കേട്ടാൽ തന്നെ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക, ശേഷം നിങ്ങൾ ആലോചിക്കുക. ശ്രദ്ധിക്കൂ നിങ്ങൾ. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ വസക്കാനീ വജഅലനീ മിനൽ മുസ്ലിമീൻ. ഒതു എടുക്കുമ്പോ ബിസ്മില്ലാ, വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാ, എന്തൊക്കെ പ്രാർത്ഥനകൾ. അപ്പൊ ബിസ്മി കൊണ്ടാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, വെള്ളം കുടിക്കുമ്പോ ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ മതം തുടങ്ങാറുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോ ദൈവമേ നിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ടോ? അത് പറയാൻ സാധിക്കുമോ? ഒരാൾ വെള്ളം കുടിക്കുമ്പോൾ മൊയ്തീൻ ശൈഖിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ ആരാധന മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഒരാൾ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അയാളുടെ നിയ്യത്ത്, അയാൾ ചൊല്ലിയത് ബിസ്മിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മൊയ്തീൻ ശൈഖിനാണെങ്കിൽ അയാൾ മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആരാധിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൃക്കാക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, ചോറ്റാനിക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതെങ്കിൽ അത് ചോറ്റാനിക്കര അമ്മക്കുള്ള ആരാധനയാണ്, ദൈവത്തിനുള്ള ആരാധനയല്ല. പണ്ടുകാലത്ത് പലപ്പോഴും നമ്മള് ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്നാരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്.
എന്തൊരു വൈരുദ്ധ്യമാണ്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹുവിന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മുഹ്യിദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്, കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അടിമയോട് ആരാധന നടത്താൻ പാടില്ല. ലോകത്ത് ഇതാണ് മുജാഹിദുകളുടെ വാദം. കണ്ടോ, ഇതാണ് യാഥാർത്ഥ്യം. ഇത് കേട്ട ഒരാൾക്ക് എന്താ മനസ്സിലാവുക? 3-4 വിളികൾ സമൂഹത്തിലുള്ള 3-4 വിളികൾ അദ്ദേഹം പരിചയപ്പെടുത്തി. ആ വിളികളിൽ ദൈവമേ എന്ന വിളി, ആ വിളിയാണ് ഇസ്ലാമിന്റെ വിളി എന്ന്, അതാണ് മുസ്ലിമീങ്ങൾ വിളിക്കേണ്ട വിളി എന്ന്. അല്ലാത്ത വിളികൾക്കെയും യേശുവേ കാക്കണേ എന്ന വിളിയും, ശ്രീരാമ രക്ഷിക്കണേ എന്ന വിളിയും, മുഹ്യിദ്ദീൻ ശൈഖ് രക്ഷിക്കണേ എന്ന വിളിയും അത് മുസ്ലിമീങ്ങൾ വിളിക്കേണ്ട വിളിയല്ല, അവർ നടത്തേണ്ട പ്രാർത്ഥനയല്ല, അഹ്ലുസുന്നയുടെ ആദർശമല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവമേ രക്ഷിക്കണേ എന്ന വിളി അതാണ് മുസ്ലിമിന്റെ വിളി, അതാണ് ശരിയായ ഇസ്ലാം എന്ന് പഠിപ്പിക്കാൻ മുജാഹിദ് ബാലുശ്ശേരി ഉദാഹരണ സഹിതം വ്യക്തമാക്കിയ ഒരു ഉദാഹരണം അതാണ്. മുറിച്ചെടുത്ത് ഇങ്ങനെ മറുപടി പറയാൻ പോയി കഴിയില്ല. അല്ലെങ്കിൽ തിരിച്ചല്ലേ വേണ്ടത്? ഈ വിളികളൊക്കെയും ഇസ്ലാമിന്റെ വിളി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാവണം. അതെന്തായാലും കഴിയില്ല. അപ്പൊ പിന്നുള്ള പണിന്താ? എങ്കിൽ എങ്ങനെ അത് ദുർവ്യാഖ്യാനിക്കാൻ, അതെങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അതാണ് നമ്മൾ ഈ കണ്ടത്. ഇങ്ങനെ വഷളാക്കാൻ പറ്റാവുന്ന എല്ലാ രീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇൽമിന്റെ മജ്ലിസിലാണ് എന്ന, ദീന് കൈകാര്യം ചെയ്യുന്ന വേദിയിലാണ് എന്ന ബോധം പോലുമില്ലാതെ വളരെ മോശമായ പരിഹാസപൂർണമായ പദപ്രയോഗങ്ങൾ പോലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെ എങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പറ്റാതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ മുജാഹിദ് ബാലുശ്ശേരി തന്നെ ബഹ്റൈനിൽ വെച്ച് നടത്തിയൊരു പ്രസംഗം, ആ പ്രസംഗത്തിന് മുജാഹിദ് പ്രസ്ഥാനം സമുദായത്തിൽ വരുത്തിയ മാറ്റങ്ങളെ പറ്റി അദ്ദേഹം വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, സമുദായത്തിലെ പഴയകാല ചിത്രങ്ങൾ, മാന്യമായി വേഷം ധരിക്കാൻ അവകാശമില്ലാത്തൊരു കാലഘട്ടം, മാന്യമായി സംസാരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം, തലയിൽ മുടി വളർത്താൻ പോലും അനുവാദമില്ലാത്തൊരു കാലഘട്ടം, നേക്കുന്ന മലയാളം പറയാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്നും പാടില്ലാത്ത, മദ്രസയിൽ പോയി കൂടാത്ത, മാന്യമായി വേഷം പോലും ധരിച്ചുകൂടാത്ത ഒരു കാലഘട്ടം സമുദായത്തിൽ കഴിഞ്ഞുപോയി. അന്ന് അതിനെതിരെ ശക്തമായി പ്രവർത്തിച്ച രംഗത്തിറങ്ങിയ മുജാഹിദ് പ്രവർത്തകന്മാരും പണ്ഡിതന്മാരുടെയും പ്രവർത്തന ഫലമായി മാറ്റമുണ്ടായി. ആ മാറ്റങ്ങൾ വിവരിക്കവേ ഈ വസ്ത്രവിധാന രംഗത്ത് പോലുമുള്ള മാറ്റങ്ങള്, അവിടെ വന്ന ഒരുപാട് പുരോഗതികളെ പറ്റി പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ഈ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾക്ക് മാന്യമായി വേഷം ധരിക്കാനുള്ള സൗകര്യം പോലും അവകാശം പോലും ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പോലും മാറ്റം വരുത്തിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പിടിച്ചിട്ട് അതിൽ വന്നൊരു പരാമർശത്തെ സമുദായത്തിനിടയിൽ എങ്ങനെ ഒരു മോശമായി ഒരു തെറ്റായ രൂപത്തിൽ അതിനെ പ്രചരിപ്പിക്കാനാകുമെന്ന് ഇവർ ചിന്തിക്കുകയും ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പോലും ഇവിടെ ക്ലിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവരൊക്കെ ഉസ്താദുമാരാക്കി, ഖാദിമാരാക്കി, മുദരിസുമാരാക്കി, ഖതീബുമാരാക്കി, ഇമാമുമാരാക്കി കൊണ്ടെടുക്കാൻ പറ്റുമോ എന്നാണ് സാധാരണക്കാർ ചിന്തിക്കേണ്ടത്. നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി മുമ്പിൽ നിൽക്കാൻ എന്ത് അർഹതയാണ്, എന്ത് യോഗ്യതയാണ് ഇവർക്കൊക്കെയും ഉള്ളത് എന്ന് സാധാരണക്കാരെ, ദീനിനെ സ്നേഹിക്കുന്ന, പരലോകം കാക്ഷിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, ഖുർആനെയും സുന്നത്തിനെയും സ്നേഹിക്കുന്ന, ദീനിനെ ഗൗരവമായി കാണുന്നവരെ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാറ്. ശ്രദ്ധിക്കുക നിങ്ങൾ, അലവി സഖാഫി ആ ക്ലിപ്പിട്ടുകൊണ്ട് വളരെ മോശമായി അയാൾ നടത്തുന്ന പരാമർശങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മുജാഹിദ് മൗലവിമാർ അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ഒക്കെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുമ്പോൾ പറയും, ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഇവിടെ പല നേട്ടങ്ങളും ഉണ്ടായത്. ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരു CD എനിക്ക് കിട്ടി. അതിൽ അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു നേട്ടമാണ്. മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത് പ്രവർത്തിച്ച നേട്ടം അദ്ദേഹം വിലയിരുത്തുകയാണ്. എന്താണ്? ഞങ്ങൾ കൈവച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് പലതാണ്, ചെറുതൊന്നുമല്ല. ആളുകൾ എണ്ണി പറയുകയാണ്. എന്റെ നാവ് കൊണ്ട് ഞാനത് പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അയാൾ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ചത് എവിടെയാണെന്ന് മുജാഹിദ് ബാലുശ്ശേരി തന്നെ വളരെ ജോറായി പറയുന്നുണ്ട്. ഒന്ന് കേൾക്കൂ നിങ്ങൾ. ഇത്
പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കൊള്ളാം കൊള്ളാം. മുജാഹിദ് കൈവച്ച സ്ഥലങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ കൈവച്ച സ്ഥലങ്ങളാണിത്. മുജാഹിദിന്റെ പുരോഗമനമാണ് ഇപ്പൊ ഈ കേട്ടത്. ഒന്നുകൂടി വെച്ചുകൊടുത്താൽ അതുകൊണ്ട് കേൾക്കാൻ പൂതിയാണ്. ഒന്നുകൂടി വെച്ചുകൊടുത്താൽ അതുകൊണ്ട് കേൾക്കാൻ പൂതിയാണ്. ഒന്നുകൂടി വെച്ചുകൊടുത്താൽ അതുകൊണ്ട് കേൾക്കാൻ പൂതിയാണ്. ഇത് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അവിടെയാണ് നിങ്ങൾ കൈവച്ചത് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ? അയാൾക്ക് പിടുത്തം അവിടെയാണ്. ഞാൻ പറയുന്നില്ല ഓതിയ കിതാബും ഉള്ള കൂട്ടുകെട്ടുകളും ഒക്കെ അങ്ങനെയുള്ളതാകുമ്പോൾ, പഠിച്ചതും പ്രവർത്തിച്ചതും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അത്തരം സംസ്കാരമാകുമ്പോൾ ആ വക സംസാരങ്ങൾ തന്നെയായിരിക്കാം നാവിൽ നിന്ന് വരിക. അവരാക്ഷേപിച്ചത് കാര്യമില്ല. അല്ലാത്തൊന്ന് പഠിച്ചു പരിചയല്ലോ. കുറച്ചു കാലം പള്ളിദർശനും പിന്നെ മർക്കസിലും രണ്ടു സാധനം ഒന്നിനുള്ള സംസ്കാരങ്ങൾ എല്ലായിടത്തും. അപ്പൊ അതുകൊണ്ട് അതല്ലാത്ത സംസ്കാരം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ എന്താ ശരി പറഞ്ഞത്? ഞാൻ നേരത്തെ വിശദീകരിച്ച പോലെ മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾ അത് ഓരോന്നോരോന്നായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതിന് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങനെ പണ്ട് പറഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആര്യൻ എഴുത്താണ് മലയാള ഭാഷ എന്ന് പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ മുടി വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ല. അപ്പൊ പിന്നെന്തെയ്യാ? നാ തൽക്കാലം ഇതെങ്ങനെയെങ്കിലും തിരിച്ച് ദുരുപയോഗം ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നതാണ് വസ്തുത. യാഥാർത്ഥ്യം നിങ്ങൾ കേട്ടോളൂ. അപ്പൊ മനസ്സിലാവും ഇത് എപ്പ എങ്ങനെ ഏതുദ്ദേശത്തിൽ പറഞ്ഞു എന്നുള്ളത്. ശ്രദ്ധിക്കുക നിങ്ങൾ. ആണോ ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ ഉള്ളാളം ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? CM മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 ഉണ്ടല്ലോ, 1992 ഡിസംബർ 6, ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ നടക്കുകയായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിന് പോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ. എനിക്കറിയാം. ഞാന് അരീക്കോടിനടുത്തൊരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് ചെന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ. അപ്പൊ അയാൾ പറഞ്ഞു, ബാലുശ്ശേരി ഇതെന്താണെന്നറിയോ എന്ന് ചോദിച്ചിട്ടോട്. ഞാൻ പറഞ്ഞു, കൈ പൊട്ടിയതാണ്. അതെങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ വാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞു എന്ന് മാത്രം. മാവിന്റെ മുകളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി. അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഓനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ച ആര്? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം വിസ്റ്റിൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ തൊട്ടുവെക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. സഹോദര, ഇതാണ് വസ്തുത. ഈ നിലക്കാണ് ഇവരുണ്ടാക്കുന്ന മുഴുവൻ ക്ലിപ്പുകളും. അപ്പൊ ചുരുക്കത്തിന് മുജാഹിദുകൾക്ക് വിശ്വാസം ശരിയായിട്ടില്ല, ആശയം ശരിയായിട്ടില്ല, ദീനു മനസ്സിലായിട്ടില്ല, പാരമ്പര്യമില്ല, സുന്നത്ത് ജമാഅത്തിനോട് അവർക്ക് ബന്ധമില്ല. അല്ലാഹുവിനെയും റസൂലിനെയും സ്വലാത്തിനെയും ഒക്കെ ഇവർ തെറ്റായി മനസ്സിലാക്കി പരിഹസിക്കുന്നു, കൊച്ചാക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ മുഴുവനും വസ്തുത ഇതാണ് എന്ന് മനസ്സിലാക്കാനാണ് മർമ്മപ്രധാനമായ ഏതാനും കഷ്ടങ്ങൾ കാണിച്ചത്. എന്നിട്ട് അലവി സഖാഫിന്റെ ഒരു കമാൻഡ് ഉണ്ട്. ഇവര് നബിനെ എങ്ങനെയൊക്കെ കൊച്ചാക്കാനും സ്വലാത്തിനെ പരിഹസിക്കാനും ഒക്കെ ഒരു കാരണമുണ്ട് നാ മൂപ്പര് കണ്ടുപിടിച്ചത്. അതെന്താ? അത് മൂപ്പര് പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി ഒരു സുന്നിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇവർക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ടാണ്
ആ കളിപ്പ് മുസ്ലിയാക്കന്മാരുടെ കണ്ടോ നിങ്ങൾ. അലവി സഖാഫ് എന്നെ ഒരൊറ്റ ശ്രദ്ധിക്കുക നിങ്ങൾ. അങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നിയായിരുന്നു. അങ്ങനെ പറയുമ്പോഴല്ലേ വഹാബിസം വൈരുദ്ധ്യത്തിന്റെ കലവറയാവുള്ളൂ. കേട്ടോളൂ, അയാൾ തന്നെ പറയട്ടെ. വെച്ചുകൊടുക്ക്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സുന്നിയായത് മൗലവി. അപ്പൊ കണ്ടോ, ഇത് കേൾക്കുമ്പോ തക്ബീറും ചൊല്ലേണ്ട പാസാക്കി. മുഹമ്മദ് നബി സുന്നിയാണ് എന്ന് ബാലുശ്ശേരി പറഞ്ഞു. അതുപോലെ പേരോട് മുസ്ലിയാര് ഒന്നുകൂടെ ആവേശത്തോടു കൂടിയാണ് തിരിച്ചും ഇടിച്ച് അദ്ദേഹം അതെങ്ങനെ ആസ്വദിക്കുന്ന രംഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കാണുക. അതും കണ്ടോളിങ്ങൾ. അപ്പൊ ഒരാളെ മാത്രം പണിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതും ശ്രദ്ധിക്കുക. മൗലവിമാര് പറയുന്നത് മുഹമ്മദ് നബി വഹാബി അല്ല, സുന്നിയാണ്. അതൊന്ന് കേട്ടോളി. ഞമ്മക്ക് അത്ര സന്തോഷമുള്ള റിപ്പോർട്ട് ഈ ലോകത്ത് ഇന്ന് വരെ കേട്ടിടോ. കേട്ടോളി, മൗലവിന്റെ നാവുകൊണ്ട് പറയട്ടെ. വെച്ചുകൊടുത്താ മോനെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ മൗലവി, നാദാപുരത്ത് എല്ലാ മൗലവിമാരെയും പിടിച്ചു കെട്ടും. കണ്ടോ? അപ്പൊ ഇങ്ങനെ മുസ്ലിയാക്കന്മാർ എല്ലാരും ഇതേറ്റിങ്ങനെ നടക്കുക. അപ്പൊ വലിയൊരു കിട്ടലായി പോയി. നബി സുന്നിയാണെന്ന് പറഞ്ഞാൽ ഓർക്കൂടി വിശ്വാസം ഓർക്കറിയാം. അപ്പൊ മുജാഹിദുകളെ വായിന്ന് ആ ഒരു പദം കിട്ടിയപ്പോ തിരക്കിടില്ല, ഇത് സർട്ടിഫിക്കറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതായിട്ട് നടക്കുക.